എല്ലാം ശരിയാകും കേട്ടോ, എല്ലാം ശരിയാകും കേട്ടോ. അതല്ല പ്രത്യാശ. എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമാണ്, ഓപ്റ്റിമിസമാണ്. എല്ലാം ശരിയാകും, ഒരാശയമാണത്. മറിച്ച് ദൈവത്തിൽ അർപ്പിക്കുന്നതിന്റെ പേരാണ് പ്രത്യാശ. അപ്പൊ പ്രത്യാശ അർപ്പിക്കേണ്ടത് ദൈവത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ, നിത്യജീവിതത്തിൽ. മറിയം മംഗളവാർത്തയിൽ പ്രത്യാശ അർപ്പിച്ചത് ദൈവത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ. നമ്മുടെ ജീവിതവുമായിട്ട് കറക്റ്റ് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ബേത്ലഹേം. എന്താ സംഭവിച്ചത് ബേത്ലഹേമിൽ? ബേത്ലഹേമിൽ അവൾക്ക് അവഗണന. ആർക്ക്? ദൈവത്തിന്റെ അമ്മയാകാൻ നിയോഗം കിട്ടിയവൾക്ക് ബേത്ലഹേമിൽ അവഗണന. എന്താ അവഗണന? കതക് കൊട്ടി അടയ്ക്കുന്നു അവളുടെ നേരെ. അവഗണന, പരിമിതികൾ. ഒരു കൊള്ളാവുന്ന വീടില്ല, സൗകര്യമില്ല എന്ന് സങ്കടപ്പെടുന്നവര് ബേത്ലഹേമിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അവൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വല്ലതും ആയിരിക്കണമായിരുന്നു. ആ മൂലയ്ക്കോട്ട് മാറിയിരുന്ന് കർത്താവിനെയും സീസറിനെ തൊട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങിയാണ്. കാരണം അഗസ്തീസർ അല്ലേ ഈ കൽപ്പന പുറപ്പെടുവിച്ചത്, പേരെഴുതി ചേർക്കാൻ ബേത്ലഹേമിലേക്ക് വരേണ്ടി വന്നേ. അപ്പൊ ദൈവത്തിൽ തുടങ്ങി സീസറിനെ ചീത്ത വിളിച്ച്, സത്രക്കാരനെ ചീത്ത വിളിച്ച്, 2 എണ്ണം കെട്ടിയവനോട്ടും കൊടുക്കും. താൻ ഒരുത്തം കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. യൗസേപ്പ് ഇതൊന്നും അറിയാതെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. യൗസേപ്പിനെയും ചീത്ത വിളിച്ചിരുന്നേനെ. പക്ഷെ മറിയം എന്ത് ചെയ്തു? പരിമിതികളുടെ നടുക്ക് കൂടെ നിൽക്കുമെന്ന് കരുതിയവരും ഒന്ന് കൈത്താങ്ങാകുമെന്ന് കരുതിയവരും കൈയൊഴിയുന്ന നേരത്ത് നമ്മൾ കടന്നു പോകുന്ന അനുഭവം. കൂടെ നിൽക്കുമെന്ന് കരുതിയവര്, കൈത്താങ്ങാകുമെന്ന് കരുതിയവര് അവഗണിച്ച് കതക് കൊട്ടി അടച്ചു. പരിമിതികളുടെ നടുക്ക്, ഒന്നിനും സന്തോഷമില്ലാതെ നിരാശപ്പെട്ട് തീർന്നു പോകേണ്ട ഒരു നേരത്ത് അവൾ എന്ത് ചെയ്തെന്നറിയാവോ? നമ്മൾ വായിക്കുന്നത്, അവള് പെറ്റിട്ട കുഞ്ഞിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കിടത്തി, പുൽത്തൊട്ടിയിൽ കിടത്തി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവളുടെ കയ്യിൽ ഒരു കച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊച്ചിനെ അവളങ്ങ് പൊതിഞ്ഞു. അവളുടെ മുമ്പിൽ എന്തുണ്ടായിരുന്നു? പിള്ളത്തൊട്ടി, ഈ കാലിത്തൊഴുത്തുണ്ടായിരുന്നു. അങ്ങോട്ട് കൊച്ചിനെ കിടത്തി. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിലേക്ക് കൊച്ചിനെ കിടത്തി. എന്താ അതിന്റെ അർത്ഥം? അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു. മുഴുവൻ തകർന്നിരിക്കുന്ന നേരത്ത്, ഞെരുക്കത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നേരത്ത് മറിയം ചെയ്തത്, അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു. അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തപ്പോ അവളെ കൊണ്ടാകാത്തത് ദൈവം ചെയ്തു. അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തപ്പോ അവളെ കൊണ്ടാകാത്തത് ദൈവം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തേക്ക്, നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ബേത്ലഹേമിലായിരിക്കും. കതകൊത്തിരി നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടച്ചിട്ടുണ്ട്. ആരും കൈത്താങ്ങില്ല. ഒരു കാലിത്തൊഴുത്തിന്റെ പരിമിതിയിലേക്ക്, ഒരു വൈക്കോൽ ശാലയുടെ കുറവുകളിലേക്ക് നിങ്ങൾ ചുരുങ്ങി നിൽക്കുന്ന നേരമായിരിക്കും ഇത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കയ്യിൽ എന്താ ഉള്ളേ? പിള്ളക്കച്ചയുണ്ടോ? പുതിയ. മുമ്പിൽ എന്താ ഉള്ളേ? ഒരു കാലിത്തൊഴുത്തുണ്ടോ? വൈക്കോൽ കൂനയുണ്ടോ? അങ്ങോട്ട് കിടത്ത്. നിന്നെ കൊണ്ടാകുന്നത് നീ ചെയ്യുമ്പോ നിന്നെ കൊണ്ടാകാത്തത് ദൈവം ചെയ്യും.